ബർത്ത്ഡേക്ക് അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് അത് നിർബന്ധമല്ലേ. അപ്പോൾ കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കവറാണ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയൊരു ഐറ്റം. അപ്പോൾ ഇതിന്നൊരു ചെറിയ കഷ്ണം മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു കുഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണെന്നേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർഡ്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒരു എം ഷേപ്പ് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ആർഭാടപ്പണിക്ക് നേരമില്ല, ഇനി അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഇതുപോലെ നമുക്ക് ഓരോ ഒക്കേഷൻസിനും ചിലപ്പോൾ നല്ല റെഡിമെയ്ഡ് കാർഡ് വാങ്ങാൻ കിട്ടും. അതിൽ ഇത് കിട്ടുന്ന ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കട്ടിങ്സൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അതിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഹാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹാർട്ട് അതുപോലെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട മെസ്സേജസൊക്കെ ഒന്ന് എഴുതുക. അത്രേ വേണ്ടൂ. ജസ്റ്റ് ഒന്ന് മടക്കുക. അങ്ങനെ ഫോൾഡ് ചെയ്യാനും അതുപോലെ ഓപ്പൺ ചെയ്യാനും പറ്റിയിട്ട് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമുക്ക് ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യണേ അവർ കാണുന്ന ഒരു പ്ലേസിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തിവെക്കാം. അവരുടെ പേഴ്സിലോ അതല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന ഒരു പ്ലേസിൽ കുത്തിവെക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.